ഹലോ കൂട്ടുകാരെ, രമ്യാസ് വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൂഡിൽസാണ് കേട്ടോ. നൂഡിൽസിനായി ഞാൻ കുറച്ച് തവണ ഒരു നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അതിനായി ഞാനൊരു പാത്രത്തിലോട്ട് അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളമെല്ലാം തിളച്ച് വരുമ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സ്വല്പം ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട്. അങ്ങനെ ഇതാ നൂഡിൽസ് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമായ പച്ചക്കറികളെല്ലാം എടുക്കാം. പച്ചക്കറിയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയും കുറച്ച് പച്ചമുളകും ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് എന്നിവയാണ് കേട്ടോ. അതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ആ പച്ചക്കറികളെല്ലാം അതിലോട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അതിലൊരു തക്കാളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ നൂഡിൽസ് ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ ഈ നൂഡിൽസ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം വഴറ്റിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് സ്വല്പം കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണോളം ഞാനിവിടെ സോയാ സോസും ഒഴിക്കുന്നുണ്ട് കേട്ടോ. സോയ സോസും ഒഴിച്ച് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഞാൻ ടൊമാറ്റോ സോസും ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടൊമാറ്റോ സോസും ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസും അതിലോട്ട് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മസാലയെല്ലാം നൂഡിൽസിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ആകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലോട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്ത ഒരു നൂഡിൽസാണ്. അങ്ങനെ അതെല്ലാം അതിലോട്ട് കൊട്ടി ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. ഇത് നമ്മൾ നൂഡിൽസ് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സ്വല്പം ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുള്ളതുപോലെ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിയത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡോളം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നൂഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഒരിക്കലൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. അങ്ങനെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ.